പരിപാടിയിൽ എല്ലാ വ്യക്തിത്വങ്ങളെയും ഔപചാരികമായി ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ഊഷ്മളമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒരു ബേസിക് അവയർനെസ് സീഡ് ട്രസ്റ്റിൻ്റെയും ഗ്രൂപ്പ് ലേണിങ്ങിൻ്റെയും ഒരു കാഴ്ചപ്പാട് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് എന്താണ് നൽകുന്നത് എന്നുള്ളതും ഒപ്പം തന്നെ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്വീകരിക്കാനും ഒന്ന് വെൽക്കം അഡ്രസ്സ് നടത്താൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കോ അഡ്മിൻ ആയിട്ടുള്ള മിസ് ദീപിക അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു 2021 മുതൽ ഞാൻ ഈ ആമുഖ പ്രസംഗവും സ്വാഗതവും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എനിക്കും പറഞ്ഞു അടുത്തു പോയി. കാരണം എന്താ വെച്ചാൽ ഇതേ കാര്യം തന്നെയാ പറയുന്നത്, പക്ഷെ കേൾക്കുന്ന ആൾക്കാർ മാത്രം വ്യത്യാസമുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു പുതുമ. അപ്പം ഇപ്പം ഈ ഒരു മീറ്റിങ്ങില് പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. അത് എല്ലാവർക്കും സ്വാഭാവികമാണ്. ഞങ്ങള് ചേരുന്ന സമയത്തും ഇതേപോലെ തന്നെയായിരുന്നു. ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ആരോട് ചോദിക്കണം, എന്താണ് കോഴ്സ് എന്നൊന്നും നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിനെ കുറിച്ചും പിന്നെ എല്ലാ വിവരവും ഇഗ്നോന്റെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ എക്സാം കഴിഞ്ഞ് നമുക്ക് എന്താണ് പറയാ കോൺവെക്കേഷൻ കഴിഞ്ഞ് കിട്ടുന്ന കാര്യം വരെയുള്ള എല്ലാ ഡൗട്ടുകളും സാറിനോട് ചോദിച്ചാൽ സാർ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ ഇനി ഒരു ടെൻഷന്റെ കാര്യമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാവരും സേഫ് ഹാൻഡിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ സക്സസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അത്രയും ഷുവർ ആയിട്ട് നിങ്ങളോട് പറയുന്നത്. കാരണം സാറ് പറയുന്ന ഓരോ കാര്യം നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന അതേ മാർക്ക് ഇനി അത് പേര് ചെയ്യുമോ എന്നുള്ളത് എനിക്ക് ഷുവറിറ്റി തരാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ ഒരിക്കലും ഒരു കുറഞ്ഞ മാർക്കിലേക്കൊന്നും നമ്മൾ ഒരിക്കലും എത്തില്ല. നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് നമുക്ക് എന്തായാലും എത്താൻ പറ്റും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരും സാറ് പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കുക. പിന്നെ ഇതിൽ കുറേ പേര് ഒരേ കോഴ്സ് പഠിക്കുന്നവരുണ്ടാവും. അവരെല്ലാവരും ചേർന്ന് ഇപ്പം നമ്മുടെ ഈ എംനോട്ട്സിൽ തന്നെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് അത് ഇട്ട് തുടങ്ങുക. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നിങ്ങളുടെ സബ്ജക്റ്റിനെ കുറിച്ചും എല്ലാം നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഇത്രയാണ് എനിക്ക് നിങ്ങൾക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്. യെസ്, വളരെ 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 സന്തോഷം. ഇതിൽ കുറച്ച് പേര് അഡ്മിറ്റ് ചെയ്യാനുണ്ട്. എനിക്ക് ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യാനുണ്ട്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന കാര്യം പറഞ്ഞു, പക്ഷെ ഇതെപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നല്ലാണ്ട് ഇതുവരെ ഞാൻ ഒഴികെ ബാക്കി ആരും കുറച്ച് പേര് 2-3 പേര് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ പുതിയ ബാച്ചസിലൊന്നും ആരും വീഡിയോ ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് ഇഗ്നോ ഒരു സെൽഫ് സ്റ്റഡി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മറ്റുള്ള ഒരു കോളേജിൽ പോയിട്ടോ അങ്ങനെ പഠിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സെൽഫ് സ്റ്റഡി തന്നെയാണ്. അപ്പം നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സമയം നമ്മൾ കണ്ടെത്തും. അതിനനുസരിച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാൻ പറ്റും. ഒരു ചെറിയ ടോപ്പിക് ആണെങ്കിൽ കൂടെ അതിനെ നമുക്ക് ഏതൊക്കെ രീതിയിൽ പഠിക്കാൻ പറ്റും എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും സെൽഫ് സ്റ്റഡി ആകുമ്പോൾ. ഇപ്പോൾ ടീച്ചർ പറഞ്ഞു തരികയാണെങ്കിൽ അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ സ്വന്തം പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ഇത് അവൈലബിൾ ഉണ്ട്. കുറേ വെബ്സൈറ്റ്സുകളുണ്ട്. അങ്ങനെ കുറെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ വേറെ സൈറ്റിൽ പോവുക, അവിടെ നിന്ന് നോക്കുക കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള കാര്യം അവിടെ നിന്ന് കിട്ടും. അങ്ങനെ കുറച്ച് ടൈം എടുക്കണം. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ആ ടൈം ഉണ്ട്, നിങ്ങൾക്ക് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പം ആ ഒരു എക്സാം ആകുമ്പോഴത്തേക്കും ശരിക്കും നിങ്ങൾക്ക് നല്ല എന്താ പറയാ അതിന് ഒരു ഗൈഡ് പോലെ നിങ്ങൾക്ക് ഓരോരോ ക്രിസ്പ് ആയിട്ടുള്ള പോയിന്റ്സുകൾ റെഡിയാക്കി വെക്കാൻ പറ്റും. അത് ഇപ്പൊ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാമിനേഷൻ്റെ ഒരു പേടിയും പേടിക്കണ്ട. പക്ഷേ നമ്മളത് നാളെ ചെയ്യാമെന്ന്
പ്രോക്രാസ്റ്റിനേഷൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു ലാസ്റ്റിൽ ഒരു ഹറിബറി ആയിരിക്കും. ഇത് പഠിച്ചോ അത് പഠിച്ചോ, ഇനി കുറച്ച് ഇപ്പുറത്തുനിന്ന് പഠിക്കാം, അല്ലെങ്കിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഠിക്കാം എന്നൊക്കെ ഉള്ള കുറേ കൺഫ്യൂഷനിലായിരിക്കും ലാസ്റ്റിലേക്ക് എത്തുക. അപ്പം നമ്മൾ ഒരിക്കലും പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ള ആ ഒരു ഇത് മാറ്റി വെച്ചിട്ട് ഇന്ന് ചെയ്യേണ്ടത് ഇപ്പം തന്നെ ചെയ്യുക എന്നുള്ള ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും സക്സസ് ആവും. എല്ലാവർക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി ടൈം അല്ലെങ്കിൽ സ്റ്റഡി പീരീഡ് ഞാൻ ആശംസിക്കുന്നു. ഫൈൻ 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 ഫൈൻ. വളരെ 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 രസകരമായ ഒരു ആരംഭം തന്നെയാണ് മിസ് ദീപിക നമുക്ക് നൽകിയത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പാണ് നമ്മൾ നടത്തുന്നത്. ആ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിൽ നമ്മൾ ഇവിടെ നമ്മെ തന്നെ ഒരു ഫ്രെയിമിനകത്ത് പ്രതിഷ്ഠിക്കുകയാണ്. സെൽഫ് റിലയൻസ്, സ്വന്തമായി നമുക്ക് നാമേ നമ്മൾ ഒരുങ്ങുകയാണ്. മിസ് ദീപിക പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ എങ്ങനെ തരുന്നു എന്നുള്ളതിന് ഒരു തയ്യാറെടുപ്പ്, അത് എത്രത്തോളം നമുക്ക് ലഭ്യമാണ്, എത്രത്തോളം ലഭ്യമല്ല എന്നുള്ള ഒരു പരാതി പറച്ചിലിന് നിൽക്കാതെ നമ്മൾ സ്വയമേ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ കുതിക്കുകയാണ്. നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് how can we achieve the outstanding level O? The outstanding level O. IGNOU അടക്കം ഇന്ത്യയിലുള്ള എല്ലാ പ്രസിദ്ധമായ സ്ഥാപനങ്ങളും ഇപ്പോൾ ഗ്രേഡിങ്ങിലേക്ക് മാറിയിരിക്കുകയാണ്. കൺസെപ്ച്വലൈസേഷൻ ഓഫ് ഗ്രേഡിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എല്ലാവരും മാറിയിരിക്കുന്നു. ഈ ഗ്രേഡിംഗ് മുമ്പുണ്ടായിരുന്ന സ്കോർ അഥവാ മാർക്ക് എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഇനി ഉള്ളതെല്ലാം തന്നെ കൺസെപ്ച്വലൈസേഷൻ ഓഫ് ഗ്രേഡിംഗ് എന്നുള്ള ലെവലിലേക്ക് വന്നു. അതിന്റെ തുടക്കം എന്നുള്ള നിലക്ക് MBAക്ക് IGNOU കൊടുത്തിട്ടുള്ളത് ഇനി വരുന്ന 2024 മുതലുള്ള കാഴ്ചപ്പാടിൽ എല്ലാം തന്നെ അതിന്റെ മുമ്പ് 10 പോയിന്റ് ഗ്രേഡിംഗ് ആയിരുന്നു, 10 പോയിന്റ് റേറ്റിംഗ് സ്കെയിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. 10 പോയിന്റ് റേറ്റിംഗ് സ്കെയിൽ അഥവാ സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, ഡിസ്റ്റിങ്ഷൻ, തേർഡ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാറ്റഗറി. അവിടെ 0 to 10, 10 to 20, 20 to 30 എന്ന് പറയുന്ന ഒരു 10 പോയിന്റ് ഗ്രേഡിംഗ് സിസ്റ്റം ആയിരുന്നു, അല്ലെങ്കിൽ മാർക്ക് സിസ്റ്റം ആയിരുന്നു. 10 പോയിന്റ് റേറ്റിംഗ് സ്കെയിൽ എന്നാണ് അതിന്റെ ആക്ച്വൽ വേർഡ്. ആ റേറ്റിംഗ് സ്കെയിൽ 10 പോയിന്റ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് 6 പോയിന്റ് റേറ്റിംഗ് സ്കെയിൽ ആണ്, അഥവാ ഗ്രേഡ് ആണ് നമുക്ക് വരുന്നത്. F, E, D, C, B, A and O. നമ്മൾ O അഥവാ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ള ഒരു ലെവലിലേക്ക് എങ്ങനെ നമുക്ക് സെൽഫ് റിലയൻസ് ആകാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അപ്പൊ നടക്കില്ല എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സംഗതിയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. നമുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അവരവരുടെ രീതിയിൽ ആത്മാർത്ഥമായി സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്രയോഗമാണ്, അല്ലെങ്കിൽ ഒരു അവതരണമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആശയമാണ് ഹൗ ക്യാൻ ഐ ഗെറ്റ് മൈ ഔട്ട്സ്റ്റാൻഡിംഗ് ലെവൽ. ഓരോ വിദ്യാർത്ഥിക്കും അവരവരുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. ചിലർ ലേണർ ആണ്, സ്ലോ ആയിട്ടായിരിക്കും അവരുടെ, അല്ലെങ്കിൽ ലോ അച്ചീവർ ആണ്, സ്ലോ ലേണർ ആണ്, ആവറേജ് ആണ്, ഹൈ ആണ്. ഇങ്ങനെ 3 കൂട്ടർക്ക് എങ്ങനെ നമുക്ക് ഒരു ഏറ്റവും നല്ല ലെവലില് ഹൈ ലെവലിലേക്ക് ഓയിലേക്ക് എത്താം എന്നുള്ളതാണ്, അഥവാ ഔട്ട്സ്റ്റാൻഡിംഗ് ലെവലിലേക്ക് എത്താം എന്നുള്ളതാണ്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ആശങ്കയുണ്ടാകും. യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ ഭാരം എടുത്ത് കയ്യിൽ തന്നിട്ട് ഈ ഒരു താടിക്കാരൻ കഷണ്ടിക്കാരൻ എന്നോട് ഔട്ട്സ്റ്റാൻഡിങ്ങിനെ പറ്റി ചിന്തിക്കുന്നു, പ്രാഥമികമായിട്ട് നമുക്ക് എത്ര നേടാൻ കഴിയും എന്നുള്ള ഒരു ആശയത്തിൽ ഉപരി എങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ്ങിലേക്ക് പോകാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിനെ പറ്റിയാണല്ലോ പറയുന്നത് എന്ന് നിങ്ങൾ ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. വി ക്യാൻ ഗെറ്റ് ഔട്ട്സ്റ്റാൻഡിങ്. ഉത്തരം വളരെ ലളിതവും
ചോദ്യം അതിനേക്കാൾ ലളിതവുമായിട്ടുള്ള ഒരു രീതി നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഉത്തരം വളരെ എളുപ്പമാണ്, ചോദ്യം അതിനേക്കാൾ എളുപ്പമാണ്. ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകനായി ജോലിയിൽ ഉണ്ടായിരുന്ന കാലത്ത്, ഇപ്പൊ റിട്ടയർ ചെയ്ത് 3 കൊല്ലമായി, ജോലിയിൽ ഉണ്ടായിരുന്ന എല്ലാ സന്ദർഭത്തിലും മാത്തമാറ്റിക്സ് ഞാൻ ചോക്ക് പീസ് ബോർഡിൽ തൊടില്ല, മറിച്ച് കുട്ടികളെ കൊണ്ട് അവരവരുടെ നോട്ടിൽ കൃത്യമായി എഴുതിപ്പിച്ച് പഠിപ്പിച്ച് വരുന്ന ഒരു അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ശീലങ്ങൾ, അതിന്റെ ശൈലികൾ, അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്നുള്ള ലെവലിൽ ഓരോ കുട്ടിയിലെയും അവരവരുടെ വേഗതയനുസരിച്ച് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നുള്ള രൂപത്തിൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു വേഗത ക്രമപ്പെടുത്തുകയാണ്. സ്ലോ ആയിട്ടുള്ള ആൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു രൂപത്തിൽ കൈകാലത്ത് അങ്ങേരെ ഒന്ന് വേഗതയിലേക്ക് എത്തിക്കാൻ, ആവറേജ് ലെവലിൽ നിൽക്കുന്ന ആളെ ഒന്ന് കുതിപ്പ് എങ്ങനെ എന്ന് പഠിപ്പിക്കാൻ, നന്നായി കുതിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് എടുത്തു ചാടി കുതിക്കാനുള്ള ഒരു വേഗത എങ്ങനെ എന്നുള്ളത് പഠിപ്പിക്കുകയാണ് ഏറ്റവും നല്ല ഒരു ട്രെയിനറുടെ റോൾ. ഒരു ട്രെയിനർ അഥവാ ഒരു പരിശീലകൻ നിർബന്ധമായും അവിടെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ എല്ലാവരും പാസീവായിട്ട് ഇരിക്കുകയല്ല, പാസീവായി പ്രവർത്തിക്കുകയല്ല, മറിച്ച് ആക്റ്റീവായി ഇതിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഒന്നിച്ച് കൈകോർക്കണം. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെയാണ് കോ ഓപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുക. കോ ഓപ്പറേറ്റീവ് ലേണിംഗ് അഥവാ സഹകരണ പഠനം ഒരു കോഓപ്പറേഷനാണ്. അവിടെ ഒരു ഗ്യാപ്പ് പോലും വിട്ടുകൊടുക്കാതെ ഒരു കോഓപ്പറേഷനാണ്. ആ കോഓപ്പറേഷൻ ലേണിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ഒരു കൊളാബറേറ്റഡ് ലേണിങ്ങിന് തയ്യാറാകണം. കോഓപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഞാനും വേറെ 1, 2, 3 പേർ ചേർന്ന ഒരു ചെറിയ ഗ്രൂപ്പ്, ഒരു മൈക്രോ ഗ്രൂപ്പ്. ആ മൈക്രോ ഗ്രൂപ്പ് അപ്പോൾ ക്ലാസ്സിൽ ഒരു അധ്യാപകൻ, ഇപ്പോൾ എൻ്റെ മുമ്പിൽ 25 പേർ ഇരിക്കുന്നു എന്നും കരുതുക. ഞാൻ ക്ലാസിന്റെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ എല്ലാ 25 തലച്ചോറിലേക്ക് ഞാൻ ഒരു ആശയം തരുന്നു. നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ എഴുതിയെടുത്തോളൂ. ഞാൻ പറയുന്നത് നോട്ട്ബുക്കും പേനയും വെച്ച് എഴുതിയെടുത്തോളൂ. ഞാൻ പറയുന്ന എല്ലാ സംഗതികളും നിങ്ങൾ കുറിച്ചെടുത്തോളൂ. അപ്പൊ ഞാൻ ഈ കുറിച്ചെടുത്തോളൂ എന്ന് പറയുന്ന സന്ദർഭത്തിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന പോയിന്റുകൾ ചിലർ പട്ടികപ്പെടുത്താം, ചിലർ ബുള്ളറ്റ് കൊടുത്ത് എഴുതാം, ചിലർ അത് വാചകമായി എഴുതാം, ചിലത് ഇംഗ്ലീഷിൽ എഴുതാം, ചിലരത് മലയാളത്തിൽ എഴുതാം, ചിലർ വേറെ ഏതെങ്കിലും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഏതെങ്കിലും ഒരു രീതിയിൽ അവരെ എഴുതി പിടിപ്പിക്കാം. എങ്ങനെയായാലും ആശയങ്ങൾ സംവേദന രൂപത്തിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അത് എത്തിച്ച ആശയം മനസ്സിലാക്കാനുമുള്ള ഒരു ഘടനാപരമായ ഒരു സമ്പ്രദായം അത് നമ്മൾ ഉണ്ടാക്കുക. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ ഈ കോഓപ്പറേറ്റീവ് ലേണിങ്ങിലൂടെ നടത്തുന്നു. കോഓപ്പറേറ്റീവിലൂടെ നടത്തുമ്പോൾ, ആ ഒരു ലേണിംഗ് നടത്തുമ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നത് 25 പേർ എഴുതുന്നു. ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം, 3 അക്കം വീതം 3 അക്കമുള്ള 3 സംഖ്യകൾ കൂട്ടുന്നത് ഒന്ന് എഴുതൂ എന്ന് ഞാൻ പറയുന്നു. ഞാൻ ബിബിയിലാണ് എങ്കിൽ 3 അക്കമുള്ള 3 സംഖ്യ എഴുതിയിട്ട് അതിനെ 1 ഉദാഹരണം എഴുതും. അത് ഏറ്റവും ചെറിയ ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. 3 അക്കമുള്ള 3 സംഖ്യകൾ എഴുതിയിട്ട് അതിനെ കൂട്ടൂ എന്ന് ഞാൻ പറയുമ്പോൾ, 1ാം ക്ലാസ്സിലെ പഠനമാണ്, ഒരു ഉദാഹരണത്തിനാണ് ഞാൻ താങ്കളെ അറിയിക്കുന്നത്. അപ്പൊ ഇതിലുള്ള ഞാൻ ഒന്ന് ബിബിയിൽ അത് എഴുതിയാൽ ആ ഒരു 3 അക്കമുള്ള ഒരു 3 എണ്ണം എഴുതി അതിനെ കൂട്ടിയിട്ട് ഞാൻ ഉത്തരം ചിലപ്പോൾ എഴുതും. അത് 3 അക്കമോ ചിലപ്പോൾ 4 അക്കമോ വന്നിട്ടുള്ള ഒരു ഉത്തരം അവിടെ വന്നിട്ടുണ്ടാകും. അത് എന്റേത് മാത്രമായി താങ്കൾ എഴുതുകയും അതിനെ പകർത്തി എഴുതുകയും ചെയ്യുമ്പോൾ അവിടെ കോഓപ്പറേറ്റീവ് ലേണിംഗ് നടക്കുന്നില്ല, കൊളാബറേറ്റീവ് ലേണിംഗ് നടക്കുന്നില്ല. മറിച്ച് എഴുതൂ എന്ന് ഞാൻ താങ്കളെ അഭിസംബോധന ചെയ്യുന്നു. താങ്കൾ എല്ലാവരും ആ സെക്കൻഡിൽ എഴുതി. ഞാൻ എഴുതുമ്പോൾ നിങ്ങൾ പാസീവായി ഇരുന്നു. ഞാൻ എഴുതി കഴിയുന്ന ആ 10 സെക്കൻഡ്, ആ 3 എണ്ണം എഴുതിയിട്ട് ആ 10 സെക്കൻഡ് ഞാൻ കൂട്ടി. ആ കൂട്ടിയതിന് ശേഷം പിന്നെ അടുത്ത 10 സെക്കൻഡിലാണ് നിങ്ങൾ എഴുതുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെയും അവിടെയും ഓരോരുത്തരുടെയും ഓരോ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ എഴുതിയത് നിങ്ങളുടെ അടുത്തേക്ക് എല്ലാം വരുന്നു എന്നുള്ളത് മാത്രമേ അവിടെ ഒരു ടീച്ചർ ഡോമിനന്റൽ പ്രോഗ്രാമിൽ നടക്കുന്നുള്ളൂ, ഒരു ടീച്ചർ ഓറിയന്റഡ് ക്ലാസ്സിൽ നടക്കുന്നു.
നടക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ 3 എഴുതൂ എന്ന് പറഞ്ഞാൽ എൻ്റെ യോഗത്തിൽ ഇപ്പോൾ ഈ നമ്മൾക്ക് കൂടിയിരിക്കുന്ന 25 പേരും 25 തരത്തിലുള്ള 3 അക്കങ്ങൾ എഴുതിയിട്ടുണ്ടാവും. 25 തരത്തിലുള്ള 3 അക്കത്തിന്റെ 3 എണ്ണം, 25 തരത്തിലുള്ള 3 അക്കത്തിന്റെ 3 എണ്ണം കൂട്ടി നിങ്ങൾ വച്ചിട്ടുണ്ടാവും. അടുത്തുള്ള 3 പേർ അത് ആദ്യമേ നോക്കിയാൽ അതിന് കള്ളക്കോപ്പി എന്ന് പറയും, കോപ്പി അടിക്കുക എന്ന് പറയും. അത് എഴുതി കഴിഞ്ഞതിന് ശേഷം അവർ 3 പേർ അത് എഴുതുമ്പോൾ ഈ ഒരു 3, ഈ ഒരു 3, ഈ ഒരു 3 ഒഴിവ് കിട്ടുന്ന സമയമനുസരിച്ച് ഈ 3ഉം നമ്മൾ പകർത്തുകയോ ഇതുപോലെ മറ്റു 3 എണ്ണം നമ്മൾ എഴുതുകയോ ചെയ്യുമ്പോൾ അത് AP അല്ല, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല, മറിച്ച് ജോമെട്രിക് പ്രോഗ്രഷനായി, സമഗുണിത ശ്രേണിയായി, പ്രോഗ്രഷനായി അത് മാറുകയും 1 2 2 4 4 16 16 256 5ാമത്തെ സ്റ്റെപ്പിൽ 256 കുതിക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് ഈ കോഓപ്പറേറ്റീവ് ലേണിംഗിൽ. അപ്പൊ ഞാൻ തരുന്ന അതേ സമയം, ആ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നു. ആ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവം, ആ കിട്ടുന്ന അനുഭവത്തെ പരസ്പരം ഞാൻ എഴുതി നമ്മൾ എല്ലാവരും കൂടി എടുത്തു. അങ്ങനെ എടുക്കുമ്പോൾ എന്നിൽ തന്നെ ഉള്ള വേറെ ഒരു 3 എണ്ണം അത് കൊളാബറേറ്റഡ് ആണ്, എന്നിലെ കൊളാബറേഷനാണ് അത് നടക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു 3 എണ്ണം ഞാൻ എഴുതുകയാണെങ്കിൽ ഞാൻ തന്ന 3 മിനിറ്റിന്റെ അകത്ത് നിങ്ങൾ ഈ 3 എണ്ണം അതിനോടൊപ്പം ഒരു 3 എണ്ണം അതിനോടൊപ്പം ഒരു 3 എണ്ണം എഴുതുമ്പോൾ സ്ലോ ആയിട്ടുള്ള ആൾ ചിലപ്പോൾ 2 എണ്ണമായിരിക്കും ആദ്യത്തെ ഘട്ടത്തിൽ എഴുതിയിട്ടുണ്ടാവുക. ഒത്തിരി ആവറേജ് എഴുതുന്ന ആൾ ചിലപ്പോൾ 3ഓ 4ഓ എഴുതിയിട്ടുണ്ടാവും. വേഗത്തിലുള്ള ആൾ 3 കഴിഞ്ഞ് അടുത്ത 3 കഴിഞ്ഞ് മറ്റുള്ളവരെ കയറി മാന്തി ശല്യപ്പെടുത്തുകയല്ലാതെ അയാൾ ക്രിയേറ്റീവായി ഒന്നും കൂടി മെച്ചപ്പെട്ട് ഒരു രൂപത്തിലേക്ക് വരും. അങ്ങനെയുള്ള കോഓപ്പറേറ്റീവ് ലേണിംഗിന്റെ വിവിധ ചിന്തകളാണ് ഇന്നത്തെ നമ്മുടെ യോഗത്തിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ യോഗത്തിനെ അഭിസംബോധന ചെയ്യുന്നതും നമ്മളുടെ മുമ്പിലുള്ള അച്ചീവ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു വലിയ തുറന്നു വെക്കുന്നത്, നമ്മൾ ആ വിൻഡോ തുറന്നു വച്ചിരിക്കുകയാണ്. നമ്മെ അവിടെ കാത്തിരിക്കുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ള ആണ്. സാധാരണ പല കുട്ടികളും എനിക്ക് ചുരുക്കി ഇത്ര കിട്ടിയാൽ മതി, തുടക്കത്തിലെ ആ കുട്ടി ഒരു 50% ഒതുങ്ങുന്നു. 50% ഒതുങ്ങുമ്പോൾ സ്വാഭാവികമായും ആ കുട്ടിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് 20% മാത്രമായിരിക്കും, ചിലപ്പോൾ 30% മാത്രമായിരിക്കും. പക്ഷെ ആദ്യമേ ആ കുട്ടി ഒരു 80% ഒരുങ്ങിയാൽ ആ കുട്ടി 80% ആ വർക്ക് അവിടെ കുറെ ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു 60 മാർക്കെങ്കിലും ആ കുട്ടിക്ക് കിട്ടും. വീണ്ടും നന്നായി പ്രാക്ടീസ് ചെയ്തിട്ട് വരുമ്പോഴാണ് ആ കുട്ടിക്ക് ഏറ്റവും നല്ല രൂപത്തിൽ, ഞാനിവിടെ കുട്ടി കൊണ്ട് ഉദ്ദേശിച്ചത് 60 വയസ്സായ പഠിതാവ് അടക്കം, 15 വയസ്സായ 16 വയസ്സായ 18 വയസ്സായ പഠിതാവ്. ഇഗ്നോയില് 15 വയസ്സുള്ള പഠിതാവുണ്ടോ? ഉണ്ട്. 8ാം ക്ലാസ് പാസ്സായാൽ നമുക്ക് ഹണി സർട്ടിഫിക്കറ്റ് ഇൻ ബീ കീപ്പിംഗ്, തേനീച്ച വളർത്തൽ എന്നുള്ള കോഴ്സ് നമുക്ക് എഴുതാം. വെറും 8ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടിക്ക് 10ാം ക്ലാസ്സിലേക്ക് എത്തുന്നതിന് മുമ്പ് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള തേനീച്ച വളർത്തൽ എന്നുള്ളതിനെ പറ്റി മനോഹരമായി പഠിച്ച് ആ കുട്ടിക്ക് ഒരു സ്വയം പര്യാപ്തമായ പോക്കറ്റ് നിറച്ച് കാശ്, നല്ല മാർഗത്തിൽ, തെറ്റായ മാർഗത്തിലല്ല, ആ കുട്ടിയുടെ വിനോദവും ആ കുട്ടിയുടെ രസവും എല്ലാം തന്നെ പഠനത്തിനോടൊപ്പം അങ്ങനെ മുന്നോട്ട് പോയി ആ കുട്ടിക്ക് വളരെ മനോഹരമായി മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ ഓരോരുത്തർക്കും, അതാണ് ഞാൻ ഈ 15 വയസ്സായ കുട്ടി എന്ന് പറഞ്ഞത്. അപ്പൊ ബീ കീപ്പിംഗ് എന്നുള്ള 8ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു 9 വയസ്സുകാരൻ, 14 വയസ്സുകാരൻ മുതൽ 90 വയസ്സ് 100 വയസ്സ് വരെയുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് അവരവരുടേതായ ജനിതകമായ പ്രത്യേകതകൾ അനുസരിച്ച് നമുക്ക് എങ്ങനെ മെച്ചപ്പെട്ടത് നേടിയെടുക്കാം, അതിനെപ്പറ്റിയാണ് നമ്മൾ ആധികാരികമായി ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഇത് ഒരു അൺപ്രീമെഡിറ്റേറ്റഡ് ആർട്ടാണ് എന്ന് നമ്മൾ പരസ്പരം പറയുക തന്നെ വേണം. വാട്ട് ഈസ് അൺപ്രീമെഡിറ്റേറ്റഡ് ആർട്ട്? മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയല്ല ഇവിടെ നടക്കുന്നത്, മുൻകൂട്ടി നിശ്ചയിച്ച ഒരു കലയല്ല ഇവിടെ നടക്കുന്നത്. മറിച്ച് സ്വാഭാവികമായും ഈ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ഉടലെടുക്കുന്ന ആശയങ്ങളാണ് ഇവിടെ സംസാരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ഊട്ടിയുറപ്പിക്കണം. അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടക്കം എന്നുള്ള നിലക്ക് ഞാൻ ഇതിന്റെ ടൈറ്റിൽ നിങ്ങളെ ബോധിപ്പിച്ചു. ഇനി നിങ്ങളുടെ ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടുത്തുകയും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ 1ാം വർഷ വിദ്യാർത്ഥിയാണോ? നിങ്ങളുടെ പ്രോഗ്രാം
നിങ്ങളുടെ പ്രോഗ്രാം കോഡ്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്റ്റഡി സെന്റർ. നേരത്തെ കുറച്ച് പേര് എഴുതി അത് 1-ാം വർഷമാണോ 2-ാം വർഷമാണോ 3-ാം വർഷമാണോ എന്ന് ഒന്ന് രേഖപ്പെടുത്തുക. ആ ഒരു രേഖപ്പെടുത്തലുകളിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. യെസ്, ബികോം ജനറൽ. യെസ്, അഫ്ന ഫസീൽ. യെസ്, ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള അവരുടെ പേര്, അവരുടെ പ്രോഗ്രാം, അതുപോലെ തന്നെ അവർ ഫസ്റ്റ് ഇയർ ആണ്. ഫസ്റ്റ് ഇയർ ഓക്കെ. 1 BCom G എന്ന് എഴുതിയാൽ മതി ഇനി മുതൽ. യെസ്, MAP മാസ്റ്റർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MPA. ദേവിപ്രിയ MAP അല്ല, MAPC, PG ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ. ഓക്കെ, അതിന്റെ PGDDM. ഓക്കെ, ഈ ഫസ്റ്റ് ഇയർ BSc സുവോളജി 1 BSc എന്ന് എഴുതിയാൽ മതി. സെക്കൻഡ് ഇയർ ആകുമ്പോൾ 2 BSc എന്ന് എഴുതിയാൽ മതി. തേർഡ് ഇയർ ആണെങ്കിൽ 3 BSc എന്ന് എഴുതിയാൽ മതി. 1 MSW. യെസ്, ആ ടേം ആണ് നമ്മൾ ഇഗ്നോ നമുക്ക് നൽകുക. 1 MEC, 1 MEC. യെസ് 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 യെസ്. 1 BAEGH, 1 BAGH, 1 MAPC. യെസ്, 1 BSc, 1 BASOH, BA ഹിസ്റ്ററി. 1 BA ഹിസ്റ്ററിയിലെ 2 തരം ഹിസ്റ്ററി ഇപ്പോൾ ഉണ്ട്. ഒരു 4 ഇയർ എന്ന് പറയുന്ന ഒരു മേജറും ഓണേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമും തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഏതാണ് എന്ന് ഇപ്പൊ ഞാൻ ഈ തന്നത് ഒരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ചിലർക്ക് എന്റെ പ്രോഗ്രാം ഏതാണ് എന്ന്. യെസ്, MCA ന്യൂ. സോറി, നോ പ്രോബ്ലം. നുസൈബ PK. യെസ്, ഏതാണ് പ്രോഗ്രാം എന്നുള്ളതും കൂടി അവിടെ മെൻഷൻ ചെയ്യുക. അപ്പോ 1 MSW, 1 BA സൈക്കോളജി, BAPCH. ഓക്കെ, MBA, 1 MBA. അത് ഫസ്റ്റ് സെമസ്റ്റർ ആണെങ്കിൽ 1 MBA, സെക്കൻഡ് സെമസ്റ്റർ ആണെങ്കിൽ 2 MBA, ഫിഫ്ത്ത് സെമസ്റ്റർ ആണെങ്കിൽ 5 MBA എന്നാണ് നമ്മൾ കാണിക്കുക. അതിന്റെ സെമസ്റ്ററിനെയാണ് മുന്നിൽ കുറിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. യെസ്, അപ്പൊ നമുക്ക് വളരെ ഭംഗിയായി ഇപ്പൊ ഒരു ടേം നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് നിങ്ങൾക്ക് ഏതൊക്കെ പേപ്പറാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പേപ്പർ എന്ന് പറയുന്നത് ഇഗ്നോ നമുക്ക് നൽകുന്നത്, പേപ്പർ എന്നുള്ളത് സബ്ജക്റ്റ് എന്നുള്ളതിനെ കോഴ്സ് എന്നുള്ള പേരാണ്. ഞാൻ പറഞ്ഞത് പ്രോഗ്രാമാണ്. നമ്മൾ ഇവിടെ എഴുതി കാണിച്ച BAPCH, MSW, MCA ന്യൂ, ഇതെല്ലാം തന്നെ പ്രോഗ്രാം കോഡുകളാണ് അഥവാ പ്രോഗ്രാമുകളാണ്. അതിന്റെ സബ്ജക്റ്റുകൾ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അതിന് നമ്മൾ കോഴ്സ് എന്നുള്ള വാക്കാണ് ഇഗ്നോ കൊടുക്കുക. ഡിഗ്രി, 2 തരത്തിലുള്ള ഡിഗ്രി ഇപ്പോൾ നമ്മളുടെ ഇടയിലുണ്ട്. പലരും എന്നോട് ചോദിക്കുന്ന സർ 4 കൊല്ലത്തെ MSc CFT, MSc ENV, MSc എൻവയോൺമെന്റൽ സയൻസ്, അതിന്റെ മുമ്പിൽ നിങ്ങൾ 1 എന്നുള്ളതും കൂടി ചേർത്തിക്കോളൂ. അപ്പൊ ഫസ്റ്റ് ഇയർ എന്നുള്ളത് നമുക്കതിൽ മനസ്സിലാവും. 1 എന്നുള്ളതും കൂടി ചേർത്തുക, 2 എന്നുള്ളതും കൂടി ചേർത്തുക. അതുകൊണ്ട് ആർക്കും ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പം വിവരമുള്ളവൻ അത് മനസ്സിലാക്കും. അത് ഇല്ലാത്ത ആൾ, ഞാൻ ഒരാളാണ് ഈ കുട്ടി ഉദ്ദേശിച്ചത് എന്ന്, അതെന്തോ ആയിക്കോട്ടെ, അത് അവരുടെ ധാരണയല്ലേ. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എനിക്ക് ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തേക്ക് അഡ്മിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാവരും വേണോ വേണ്ടേ എന്നുള്ള ചിന്തകളിലൂടെ പതുക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ, മോസ്റ്റ് വെൽക്കം. നമുക്ക് വളരെ ഭംഗിയായി പറയാനുള്ള സംഗതികൾ ഇനി നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ ഇതിന് എക്സ്പാൻഷൻ വേണ്ട. BASOH ഫസ്റ്റ് ഇയർ എന്ന് വേണ്ട. 1 BASOH എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം ഫസ്റ്റ് ഇയർ ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇനി ഓരോരുത്തർ വരട്ടെ. ഞാൻ ഒന്ന് ഡിഗ്രിക്കാരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളാണല്ലോ, ഡിഗ്രി ആണല്ലോ നമ്മുടെ ചെറിയ ക്ലാസ്സുകൾ. അത് കഴിഞ്ഞ് നമുക്ക് PG കുട്ടികളുടെ 2 പേരും ഞാൻ മാറി തന്നെയാണ് വരുന്നത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ആയിട്ടില്ല, താങ്കളും ലുബൈന ഇപ്പൊ ഫസ്റ്റ് ഇയർ തന്നെയാണ് എന്ന് തന്നെ ചിന്തിക്കുക. ഔപചാരികമായി നിങ്ങൾക്ക് ആയിട്ടില്ല എന്നേ ഉള്ളൂ, ബട്ട് യു ആർ ഇൻ ഫസ്റ്റ് സ്റ്റേജ്. അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാം. ഓക്കെ, നമ്മളുടെ കാര്യം ഇവിടെ വളരെ വ്യക്തമായി പറയാം. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, സാർ എനിക്ക് 3 കൊല്ലത്തെ BA ആണോ തരുന്നത്, 4 കൊല്ലത്തെ BA ആണോ തരുന്നത്? എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ ഞാൻ
ഉണർത്താറുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കും, ഇയാൾ എന്തിനാ ഇങ്ങനെ വാട്സപ്പിൽ, ആ വാട്സപ്പിൽ ഇരുന്ന് കുറിക്കുന്ന നേരം അയാൾ എനിക്കൊന്ന് പറഞ്ഞു തന്നൂടെ. നെവർ 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 നെവർ. അത് എൻ്റെ പ്രോഡക്റ്റായി നിങ്ങളുടെ അടുത്തേക്ക് ഒരിക്കലും വരരുത്. മുബാറക് മാസ്റ്റർ തന്നു എന്നുള്ളത് വരരുത്. നിങ്ങൾ ആവശ്യപ്പെട്ട് നിങ്ങൾ സമ്പാദിച്ചത്, ഞാൻ ഇടയ്ക്കൊരു മീഡിയേറ്റർ എന്നുള്ളത് മാത്രമേ അവിടെ വരാൻ പറ്റൂ. അപ്പോഴാണ് അത് നിങ്ങളുടെ പ്രോഡക്റ്റ്. ഞാൻ ചെയ്യുന്ന ഈ ശൈലി എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കഴിഞ്ഞ് നിങ്ങൾ ഓയിൽ എത്തണം. നിങ്ങൾ ഓയിൽ എത്തണം. തുടക്കം മുതലേ എൻ്റെ ലക്ഷ്യം നിങ്ങളെ ഓയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഓ മീൻസ് നോട്ട് ബിഗ് സീറോ, ബട്ട് ദിസ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. ഫസ്റ്റ് ക്ലാസ്സിനേക്കാൾ മുകളിൽ, 75% മുകളിൽ. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. ആ ഓ എന്നുള്ള ലക്ഷ്യമാണ് ഇനി ഞാൻ പറഞ്ഞു വരുന്ന ഈ 4 കൊല്ലത്തെ ഡിഗ്രിയും 3 കൊല്ലത്തെ ഡിഗ്രിയും. കുറെ കുട്ടികൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം മുബാറക് മാസ്റ്റർ എടുത്ത് വരാറുണ്ട്. സാറേ, അഡ്മിഷൻ സമയത്ത് എനിക്ക് സാറിനെ കിട്ടിയില്ല, ഞാൻ അഡ്മിഷനൊക്കെ എടുത്തു കേട്ടോ, ആ മക്കളെ അഡ്മിഷൻ എടുത്തത് എനിക്കൊന്ന് അയച്ചു തരൂ. ആ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലും അങ്ങനെ ഉള്ളവരുണ്ട് കേട്ടോ. അവരെ ഒന്ന് ചങ്കൂറ്റത്തോടു കൂടി ഒന്ന് കൈ ഉയർത്തിയാൽ വളരെ നല്ലത്. അഡ്മിഷൻ എടുത്ത് വന്നതിന് ശേഷം ഞാൻ അവരെ മനഃപൂർവ്വം ആ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യിപ്പിക്കാറുണ്ട്. ഞാൻ ആ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യിപ്പിച്ച് പിന്നീട് ഞാൻ വേറെ ഒരു അഡ്മിഷൻ എടുത്തു കൊടുക്കാറുണ്ട്. കാരണം അവർ എന്നിലൂടെ അഡ്മിഷൻ എടുത്തവരല്ല എന്നുള്ള അർത്ഥത്തിലല്ല, അവർ യഥാർത്ഥത്തിൽ വേണ്ടത് അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇഗ്നോ 3 തരത്തിലുള്ള ഡിഗ്രി ഇപ്പോൾ നിലവിൽ തന്നുകൊണ്ടിരിക്കുന്നു. 3 തരത്തിലുള്ള ഡിഗ്രി ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന്, UGC പറഞ്ഞത് അളവ്. മറ്റൊന്ന്, UGC പറഞ്ഞതിനേക്കാൾ കൂടുതൽ. എന്ന് പറഞ്ഞാൽ 128 ക്രെഡിറ്റ് മതി എന്ന് ഈ UGC പറയുമ്പോൾ 132 ക്രെഡിറ്റ് ഇഗ്നോ നൽകുന്നു, 148 ക്രെഡിറ്റ് ഇഗ്നോ നൽകുന്നു, 64 ക്രെഡിറ്റ് PGക്ക് നൽകുന്നു. PGക്കാരെയും ഞാൻ ഒഴിവാക്കി എന്ന് തോന്നരുത്. 64 ക്രെഡിറ്റ് PGക്ക് നൽകുന്നു. അതിലെ 1ാമത്തെ വർഷം 32 ക്രെഡിറ്റ് തരുന്നു. അതിലെ 1ാമത്തെ സെമസ്റ്റർ 16 ക്രെഡിറ്റ് തരുന്നു. ആ 16 ക്രെഡിറ്റ് തരുന്നു. അപ്പൊ സ്വാഭാവികമായും ഒരു രസകരമായ ഒരു എൻക്വയറി, നിങ്ങൾ എല്ലാവരും ഗൂഗിൾ ഫോം പൂരിപ്പിച്ചപ്പോൾ അതിൽ ഏറ്റവും രസകരമായ ഒരു കുട്ടി എഴുതിയത് എനിക്ക് ഇന്നത്തെ മീറ്റിംഗിൽ പറയാതിരിക്കാൻ വയ്യ. 1 ക്രെഡിറ്റ് ഈക്വൽസ് 30 hours. നേരത്തെ പല മീറ്റിങ്ങുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത് എഴുതിയെടുത്തോളൂ. 1 ക്രെഡിറ്റ് ഈക്വൽസ് 30 hours. അത് ഞങ്ങൾ അറിയാമല്ലോ പക്ഷേ, ഞങ്ങൾക്ക് അത് അറിയാം. പക്ഷേ 1 ക്രെഡിറ്റ് ഞാൻ പഠിച്ചു എന്ന് ഇഗ്നോ എങ്ങനെ അറിയും എന്നുള്ളതാണ് ആ കുട്ടിയുടെ ചോദ്യം. വളരെ രസകരമാണ് ആ ചോദ്യം, സത്യസന്ധമാണ് ആ ചോദ്യം, യഥാർത്ഥമാണ് ആ ചോദ്യം. ഒരു 1 ക്രെഡിറ്റ് ഈക്വൽസ് 30 hours എഡ്യൂക്കേഷണൽ ട്രാൻസാക്ഷൻ ഓർ ലേണിംഗ് ട്രാൻസാക്ഷൻസ്. അതാണ് അതിന്റെ രീതി. ആ ഒരു ക്രെഡിറ്റ് 30 മണിക്കൂർ എന്തൊക്കെയാണ്? എഴുത്ത്, വായന, ഡിസ്കഷൻ, യൂട്യൂബ് വാച്ച്, ഫേസ്ബുക്ക് ലൈവ് വാച്ച്, കോഓപ്പറേറ്റീവ് ലേണിംഗ്, ഗ്യാൻ ദർശൻ, ഗ്യാൻവാണി, ഡിജിറ്റൽ ലൈബ്രറി, ട്രേസ തോമസ്. സൗണ്ട് ഒന്ന് ഓഫ് ചെയ്ത് വെക്കും, മ്യൂട്ടാക്കും. ട്രീസ തോമസ് ഒന്ന് മ്യൂട്ടാക്കും. യെസ് മിസ് ട്രീസ തോമസ് ഒന്ന് മ്യൂട്ടാക്കും. യെസ്, ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്, 1 ക്രെഡിറ്റ് ഈക്വൽസ് ഇത്ര 30 മണിക്കൂർ. ഗ്യാൻ ദർശനിലൂടെ, ഗ്യാൻവാണിയിലൂടെ പലതും നമ്മൾ പഠിക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഇഗ്നോ എങ്ങനെ നോക്കും എന്നുള്ളതാണ് ആ കുട്ടിയുടെ സത്യസന്ധമായ ചോദ്യം. ഇഗ്നോ നോക്കേണ്ട കാര്യമില്ല, ഇഗ്നോ നോക്കുകയും ഇല്ല. നിങ്ങൾ നോക്കണം എന്നാണ് പറഞ്ഞത്. നിങ്ങളാണ് നോക്കേണ്ടത്. ഇഗ്നോ നോക്കില്ല, അതിനുവേണ്ടി ഒരു സ്പൈനെ വയ്ക്കുകയും ഇല്ല. ഇന്ന് ഒരു 10 മിനിറ്റ് മുമ്പ് എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, വോയിസ് മിസ്സിംഗ് നൗ. ഇപ്പോൾ കിട്ടുന്നില്ലേ? വോയിസ് മിസ്സിംഗ് ആണോ? കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ. നോ കേൾക്കാം. ഓക്കെ. അതായത്
ഇഗ്നോ നമ്മൾ എത്രത്തോളം ചെയ്തിട്ടുണ്ട് എന്ന് പരിശോധിക്കില്ല. ഈ യോഗം തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പ് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ MA മലയാളം സ്റ്റുഡൻ്റ് ആണ്. 3ാമത്തെ സെമസ്റ്റർ, 2ാമത്തെ വർഷത്തിലെ 3ാമത്തെ സെമസ്റ്റർ വിദ്യാർത്ഥിയാണ്. ഫസ്റ്റ് ഇയർ പരീക്ഷകൾ മനഃപൂർവ്വം ഞാൻ എഴുതിയിട്ടില്ല. പരീക്ഷ എഴുതിയിട്ടില്ല. എഴുതാൻ സമയം കിട്ടാണ്ടല്ല, മനഃപൂർവ്വം പരീക്ഷ എഴുതിയിട്ടില്ല. കാരണം ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കൗതുകത്തോടു കൂടി ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്? ഞാൻ ഈ കേരളത്തിലുള്ള നമ്മുടെ ഒരു പ്രിയപ്പെട്ട യൂണിവേഴ്സിറ്റി, ഇഗ്നോയെ മാതൃകയാക്കിയിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റിക്ക് എന്തൊക്കെയാണ് അതിന്റെ മോഡസ് ഓപ്പറാൻഡി, എത്രത്തോളമാണ് അതിന് മോഡസ് ഓപ്പറാൻഡി ഉള്ളത്